രോഹിത്തേട്ടൻ്റെ ബോഡിയിൽ ഒരു സോൾ ഉണ്ട്. ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറും. നിങ്ങൾ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ആരുടെടുത്തെങ്കിലും പോയിട്ട് റിമൂവ് ചെയ്യും. നിങ്ങൾ അറിഞ്ഞു പിന്നെ അതിനെ ഓമനിച്ച് കൊണ്ടുനടക്കരുത്. ജസ്റ്റ് റിമൂവ് ഇറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പോലും ചിന്തിച്ചു. മധുരത്തിൽ കൊടുത്തു എന്താവശ്യത്തിന് ഈ എല്ലാ ആഭിചാര കർമ്മങ്ങളിലും ഇപ്പം നമ്മൾ പറയുന്ന ഹൂഡോ എന്ന് പറയുന്നത് ഒരാളുടെ ആത്മാവ്, സോൾ, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ജാവനീസ് പഠിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യയിലൊക്കെ ഈ ആത്മാവ്, സോൾ, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. സ്വാഭാവികമായിട്ടും വേൾഡിലെ എല്ലാ സ്ഥലത്തും ഈ സാധനങ്ങൾ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നമ്മളിതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിനക്ക് പ്രേതം, ബാധ, ഭൂതം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ ചോദ്യം. നമുക്ക് എല്ലാ സ്ഥലത്തും നെഗറ്റീവ് എനർജീസ് ഉണ്ട്. പോസിറ്റീവ് എനർജിയുള്ള എല്ലാ സ്ഥലത്തും നെഗറ്റീവ് എനർജി. ഓക്കെ. ഇപ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. വന്നും പോയും കളിക്കുന്നുണ്ടാവും. നെഗറ്റീവ് എനർജീസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് അവർ ചില കാറ്റഗറൈസ് ചെയ്തിട്ട് പറയും. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ പല പേരുകൾ നമുക്കും ഉണ്ടല്ലോ. ഇവിടെ എനർജീസിനൊക്കെ പല പേരുകളുണ്ട്. അതുപോലെ അവർക്കും കാറ്റഗറൈസ് ചെയ്ത് ചില പേരുകൾ അവർ പറയും. ചില പ്രോസസ്സുകൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചില പ്രോസസ്സുകൾ അവർ പറയും ഇങ്ങനെ ചെയ്യണം. ചില പ്രോസസ്സ് ഒന്നും വേണ്ട, രാവിലെ എടുത്തിട്ട് തൂക്കിക്കോ എന്നും പറയും. ആ ചില പ്രോസസ്സുകൾ നമ്മൾ കറക്റ്റ് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക. ചില പ്രോസസ്സിന് നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ 7 സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം, 7 പൂവ് കൊണ്ടുവരണം, 7 സുഗന്ധം കൊണ്ടുവരണം, പെർഫ്യൂംസ് 7 പെർഫ്യൂംസ്, ഇങ്ങനെയൊക്കെ പറയും. അത് ആ പ്രോസസ്സ് കഴിഞ്ഞ് അവർക്ക് തന്നെ കൊണ്ടുപോകാനുള്ള, ഞങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നുമല്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരാറ് ചില കേസുകൾ. അത് ഭയങ്കര റെയർ ആൻഡ് റെയറസ്റ്റ്. 1000 കേസ് ചെയ്യുമ്പോൾ 1 കേസ് അങ്ങനത്തെ വരും. അപ്പം അങ്ങനത്തെ കേസ് എനർജി ലെവൽ നമ്മൾ കറക്റ്റ് നോക്കും. ആ എനർജി ലെവൽ നോക്കും, ഇതിൻ്റെ കാലപ്പഴക്കങ്ങൾ നോക്കും, ഇതിൻ്റെ അവസ്ഥകൾ നോക്കും. പിന്നെ ഇത് ഓൾമോസ്റ്റ് റിലീസ് ആവാനുള്ള ടൈം ആകുമ്പോൾ ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറും. ഇപ്പം ഞാൻ പറയാണ് രോഹിത്തേട്ടൻ്റെ ബോഡിയിൽ ഒരു സോൾ ഉണ്ട്. അതുവരെ രോഹിത്തേട്ടനെ അറിയുന്നില്ല, അതിനെ നന്നായിട്ട് കൊണ്ടുനടക്കുന്നു, ഓമനിച്ച് കൊണ്ടുനടന്നു. അറിഞ്ഞ മൂമെന്റ് മുതൽ ഇതിനറിയാം, എടുത്ത് ഞങ്ങൾ പുറത്തിടും. ആ സമയം മുതൽ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ശരിക്കും എല്ലാവരും, ഞാൻ എപ്പോഴും പറയാറ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ആരുടെടുത്തെങ്കിലും പോയിട്ട് റിമൂവ് ചെയ്യും. ഇതൊന്നും വലിയ ആന തല പോണ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഗോ ആൻഡ് റിമൂവ് ഇറ്റ്. കാരണം അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവും. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കും കൈവശം മാറും, അല്ലെങ്കിൽ ആഭിചാരങ്ങൾ അങ്ങനെ ചെയ്തു. എന്താ ആഭിചാരം? മാറ്റാം, ഈസി ആയിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. കൈവശം, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കൈവശം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ പോവാം, ഏറ്റവും ഈസി ആവുന്ന അമ്പലങ്ങളിൽ പോയിട്ട് ചെയ്യാം. പല ഉസ്താദുമാർ ചെയ്യുന്നുണ്ട്, പല പള്ളിയച്ഛന്മാർ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ മാറ്റാം. അല്ലാതെ നിങ്ങൾ അറിഞ്ഞു പിന്നെ അതിനെ ഓമനിച്ച് കൊണ്ടുനടക്കരുത്. ജസ്റ്റ് റിമൂവ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ജാവനീസ് ചെയ്തിട്ട് ഡിഫ്യൂസ് ചെയ്ത് കളയും. നിങ്ങളത് അതിൻ്റെ കാഠിന്യം ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം ഈ കൈവശ കേസുകളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. കൈവശ കേസ് എപ്പോഴും ഞാൻ കേൾക്കുന്നത് കുടുംബക്കാർ തമ്മിലാണ്. ഏട്ടൻ അനിയന് കൊടുത്തു, അനിയൻ അമ്മായിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. കൈവശം കൊടുത്തു. അതെപ്പോഴും പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ. ചില കേസുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പോലും ചിന്തിച്ചു. മധുരത്തിൽ കൊടുത്തു. എന്താവശ്യത്തിന്? നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളിടുന്ന എഫേർട്ട് എത്രത്തോളം എന്നുള്ളവർ ചിന്തിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്ന ലോട്ടറി അടിച്ച് രക്ഷപ്പെട്ടോ ഭൂം എന്നാണ്. ഒരു ദിവസത്തെ നിങ്ങളുടെ ഭൂമിയെ കാണുന്നുള്ളൂ. അതിന് നിങ്ങൾ എത്ര ദിവസം ഉറക്കൊഴിഞ്ഞു എന്നവരാരും കാണുന്നില്ല. അപ്പം നിങ്ങളെ നശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത് ചെയ്യാം. ഈ കൈവശം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പം നമ്മൾ നല്ല ഉറ്റ സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും ഞാനല്പം പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെതായിട്ടൊരു പവറുള്ള ഒരാളാണ്. താങ്കൾ എൻ്റെ കൂടെ. അപ്പോൾ താങ്കൾ ഭയങ്കര സക്സസ് ആകുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിൽ ഈ ചിന്തയോടുകൂടി ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തന്നാൽ പോലും വർക്ക് ചെയ്യില്ലേ? അതാണ് ഈ അർത്ഥത്തിൽ മെസ്മറിസത്തിൻ്റെ ബേസ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളായി മാറും എന്ന് പറയണത്. ശരിക്കും അത് തന്നെയാണ് ഈ എല്ലാ ആഭിചാര കർമ്മങ്ങളിലും. ഇപ്പം നമ്മൾ പറയുന്ന ഹൂഡോ എന്ന് പറയുന്നത് ഒരാളിനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു അയാളാണ് എന്ന് മനസ്സിലാക്കിയൊരു പോവയിൽ കൊണ്ടുപോയിട്ട് പണി കൊടുക്കുന്നു. ഇറ്റ്സ് സെയിം.
അത് ഞാൻ ചിന്തകളാണ്. ഒരു 100% ചേച്ചിയോട് എന്തുകൊണ്ട് വിശേഷം ഓക്കെ ഓക്കെ അടി പറയുന്നതാണ് ഏറ്റവും നശിച്ചു നാറാണക്കല്ല് കുറച്ച് പോണേന്ന് പറഞ്ഞിട്ട് വരും. സത്യം. അത് നമ്മളെപ്പോഴും പറയും, വെള്ളമുണ്ടല്ലോ, വെള്ളം നല്ല കണ്ടക്ടർ. അതേപോലെ തന്നെയാണ് വെള്ളത്തിൽ ഏറ്റവും നന്നായിട്ട് എനർജൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓ, ഈ ഉസ്താദക്കന്മാർ ഓതി കൊടുക്കുന്നത് വെള്ളം. സത്യം. ഉസ്താദക്കന്മാർ മാത്രമല്ല, നമ്മൾ പല തീർത്ഥങ്ങൾ, തീർത്ഥം, എല്ലാം പുണ്യാഹം. കാരണം ഇതൊക്കെ നമുക്ക് എനർജൈസിങ് പവർ കൂടുതൽ. വെള്ളം ഭയങ്കരമായിട്ടും എനർജൈസിങ്ങിന് ഉപയോഗിക്കും. ഇപ്പം ഒരു ഹൈന്ദവാചാരപ്രകാരം ഒരു വീട്ടില് പണ്ടൊക്കെ ഇപ്പൊ അത് പറയുന്നത് പോലും തെറ്റാണെങ്കിൽ പോലും പറയാണ്, മെൻസസ് ആയാൽ, ഒരു സ്ത്രീക്ക് മെൻസസ് ആയാൽ 7-ന്റെ അന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം ജപിച്ചുകൊണ്ട് വന്ന് മുഴുവൻ തടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ രോഹിതേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഒരു കാര്യത്തിൽ ഞാൻ ജാപ്പനീസ് പഠിച്ച സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് മാസ്റ്ററായി, ഗ്രാൻഡ് മാസ്റ്ററായി. എനിക്കിതേപോലെ നമുക്ക് ആവശ്യം വരാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഒരു മാസ്റ്റേഴ്സും എനിക്കത് റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ 3 മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, 3 ആൾക്കാർ ഇത് റിവീൽ ചെയ്തിട്ടില്ല. ഒരു തവണ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ഇങ്ങനെ മെൻസസ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എനർജീസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ആകെ ഷോക്കിംഗ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിന് ഉത്തരം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ എന്നെ പഠിപ്പിച്ച മാസ്റ്റേഴ്സിനോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ സ്പോട്ടിൽ വിളിച്ചു, ഞാൻ ചോദിച്ചു, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. മെൻസസ് എന്ന് പറയുന്നത് മാൻ ക്രിയേറ്റഡ് ആണോ? അല്ല. ആരെ ക്രിയേറ്റ് ചെയ്തത്? ഗോഡ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് എനർജീസ് കൊടുത്തുകൂടാ? മെൻസസ് ഒരിക്കലും അശുദ്ധിയല്ല. അശുദ്ധിയാണെങ്കിൽ ഒരു മനുഷ്യന് ക്രിയേറ്റ് ചെയ്തതായിരിക്കണം. ഇതില് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പല വേർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ മെൻസായിട്ടിരിക്കുമ്പോൾ വെള്ളം കോരാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടില്ല. ഇപ്പോഴില്ല, ഇപ്പോൾ ഇവിടെ വെള്ളം കോരുന്നത് ഇപ്പം മോട്ടറാണ്. മോട്ടറാണ്. തൊടാൻ പാടില്ല, അടുക്കളയിൽ കയറാൻ പാടില്ല. ഇല്ല, അവർക്ക് വേറെ റൂം കൊടുത്ത് വീടിന്റെ പുറത്ത് തീണ്ടാരിപ്പുര, അങ്ങനെയാണ് എൻ്റെ പേര്. അപ്പം ഞാനിതിനൊക്കെ മനസ്സിലാക്കുന്നത്, ഈ ഒരു സമയം അയാൾക്ക് ഏറ്റവും കൂടുതൽ റെസ്റ്റ് വേണ്ടുന്ന സമയം. ആ സ്ത്രീ ഒരിക്കലും ഇന്നത്തെ പോലെ ബാങ്ക് ജോലിക്ക് പോകുന്ന ആളോ പഠിപ്പിക്കാൻ പോകുന്ന ആളൊന്നും അല്ലല്ലോ, വീട്ടിൽ പണിക്കെടുത്ത് ജീവിക്കുന്ന ആളായിരിക്കും. അതിനുണ്ടാക്കി വെച്ചൊരു കൺസെപ്റ്റ് ആയിട്ടാണ് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പൂർണ്ണമായ പ്രിവിലേജ് കൊടുത്ത്, അവർക്ക് റെസ്റ്റ് കൊടുത്ത്, അവർക്ക് നല്ല ആഹാരം കൊടുത്ത്, അവരൊരു റൂമിൽ സേഫായിട്ട് ഇരുത്താണ്. പക്ഷെ ഇത് കാലക്രമേണ പഴയ ഈ ജന്മിമാരുടെയൊക്കെ കാലം വന്നപ്പോഴേക്ക് ഇതിനൊരു ഐക്യം കൽപ്പിക്കുന്ന പോലെ വേറെ സിസ്റ്റത്തിൽ പൂജയ്ക്ക് പൂച്ച അടച്ചു വെക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനമായി. സത്യം. അല്ല, അതങ്ങനെ തന്നെയാണല്ലോ എല്ലാ സിസ്റ്റങ്ങളും. പക്ഷെ ജാപ്പനീസ് ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് പറയുന്നില്ല. നിങ്ങൾ അറ്റ്യൂൺമെന്റ്സിന്റെ ടൈമിൽ അത് ഞാൻ ചോദിച്ചിരുന്നത്, അതിന് പോലും റെസ്ട്രിക്ഷൻസ് പറയുന്നില്ല. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ, ആരാധനാലയങ്ങളിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്ലഡ് അവിടെ വീണാൽ അവിടെ അശുദ്ധമാകും, അതെന്നൊരു കൺസെപ്റ്റാണ്. അപ്പൊ പണ്ട് ഈ പറയപ്പെടുന്ന മെൻസ്ട്രൽ കപ്സോ ഈ പാഡോ ഒന്നുമില്ല, പറ്റുമെങ്കിൽ കോട്ടൺ തുണി ആയിരിക്കും ഇവർ വെച്ചിട്ട് പോകും. സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതെ. എല്ലാ ആചാരങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജാപ്പനീസ് എങ്ങനെ പറയുന്നില്ല വെച്ചാൽ അവര് ഓരോ ആചാരം അതെങ്ങനെ പോകുന്നു അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരിക്കലും തിരുത്തി എഴുതാനോ, കാരണം അവര് അതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ പലതും പറയാം, പക്ഷെ അത്രേ ഉള്ളൂ. നമ്മളൊരിക്കലും നമ്മളത് മോശമാണെന്നോ നല്ലതാണെന്നോ അല്ലെങ്കിൽ അവർ തെറ്റാന്നോ ഒന്നുമല്ല. നമ്മുടെ റൂട്ടിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഈ വിഷയം വന്നത് ജലമാണ് ഏറ്റവും നല്ല. അതെ, ജലം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കണ്ടക്ടറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെറുതെ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ നല്ല മനസ്സോട് കൂടി കൊടുത്താൽ അയാളുടെ അസുഖം വരെ മാറും. ഈ പറയുന്ന പോലെ മോശമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വെള്ളത്തിന്റെ എക്സ്പെരിമെന്റ് തന്നെ ഉണ്ട്. 2 വെള്ളം എടുക്കുന്നു, ഒരേ സ്ഥലത്ത് നിന്ന് 2 വെള്ളം എടുക്കുന്നു, ഒരു വെള്ളത്തിന് പച്ചത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര തെറി പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടും നെറ്റിലൊക്കെ ഉണ്ട്. അപ്പം ആ വെള്ളം ഓട്ടോമാറ്റിക്കലി അതിന്റെ കളർ വരെ മാറിപ്പോകും. അത് ഐസായി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഒന്ന് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറും ആയിരിക്കും. അപ്പൊ അത്ര വരെ ഈ സാധനം ചാർജ് ആവുന്ന പറയണം. അപ്പൊ അതാണ് അതിന്റെ ഒരു വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ മീഡിയത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളം, ഫുഡ്, നമുക്ക് വെള്ളം എനർജൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രിസ്റ്റൽസ് എനർജൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ഒബ്ജക്റ്റുകളും എനർജൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചോദിച്ചതിന്റെ കാര്യം, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാള് ഒരു ഡിസ്റ്റൻസ് ഹീലിംഗ് സാധ്യമാകാത്തൊരു കേസിൽ അയാളുടെ ഒരു ബന്ധു ഇവിടെ വന്നാൽ നിങ്ങൾ സംഭവം എനർജൈസ് ചെയ്തവർക്ക് കൊടുത്തുവിടും, അങ്ങനെയൊക്കെ സാധ്യമാണോ? ആണ്. ചില കേസുകളിൽ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ചിലത് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതുണ്ടോ. അവരുടെ
ചില സിംറ്റംസ്. ആ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പോലും അറിയാതെ അവരുടെ പുറത്തിറങ്ങുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട കേസുകളുണ്ടാവും. ആ കേസുകളിൽ നമ്മൾ ഓൾറെഡി എനർജൈസ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. അത് മാറുന്നല്ല പറയണത്, മാറ്റുന്ന രീതിയിലും ചെയ്യാം. ആ ചില കേസുകളിൽ നമുക്ക് അതൊന്ന് അടക്കി ഒന്ന് കെട്ടിവെക്കും. ഓക്കെ. എടുത്ത് ചാടി പുറത്തിറങ്ങരുത്, ഇത്ര മാത്രം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ചില പാസ്റ്റ് ലൈഫ് കേസുകളിലൊക്കെ ചിലപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ, കാരണം പാസ്റ്റ് ലൈഫ് ഞാൻ ഒരിക്കലും ഓൺലൈൻ ചെയ്യാറില്ല. ഓൺലൈൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഓൺലൈൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന ഒരാൾക്ക് ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ളതാണ്, ആള് നല്ല നല്ല മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് വെള്ളം പേടിയാണ്. ഓ. പുള്ളി താമസിക്കുന്ന പുഴൻ്റെ തീരത്തും. അപ്പം ഞാൻ ചോദിക്കും, ചെറുപ്പം മുതലേ, കാരണം ആൾക്കൊരു 10-60 വയസ്സുണ്ട്, ചെറുപ്പം മുതലേ വെള്ളം കണ്ട് വളർന്ന് നിങ്ങൾക്ക് എങ്ങനെ? സുഹൃത്തുക്കളെല്ലാവരും വെള്ളത്തിലിറങ്ങും, പുള്ളി വെള്ളത്തിലിറങ്ങും. അപ്പോൾ പുള്ളി ഇതേപോലെ പുള്ളിയുടെ വൈഫിനോട് ഇങ്ങനെ തമാശക്ക് ഞാൻ പറഞ്ഞു 2-3 കൊല്ലം മുന്നേ കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വീട്ടിലേക്ക് വരും, വീട്ടിലാകുമ്പോൾ കുഴപ്പമില്ല, എൻ്റെ നാടാണ്. പുള്ളി വീട്ടിൽ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒരുപാട് നേരം കഥയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വെള്ളം പ്രശ്നം. എനിക്ക് വെള്ളത്തിനോട് ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഈ പുഴയിൽ ഇറങ്ങാൻ പേടിയാണ്, കുളത്തിലിറങ്ങാൻ പേടിയാണ്, തോട്ടിൽ വരെ ഇറങ്ങാൻ പേടിയാണ്. ഇത്ര മുട്ടിന് വെള്ളം ഉണ്ടെങ്കിൽ പുള്ളിക്ക് പറ്റില്ല. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഡൺ, നമുക്ക് വെറുതെ കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പുള്ളിനെ ജസ്റ്റ് ഒരു ഹീലിംഗ് കൊടുക്കാം എന്ന് പറഞ്ഞ് പുള്ളിനെ കൊണ്ടുപോയി. ഞാൻ പാസ്റ്റ് ലൈഫ് ചെയ്ത് വെക്കിയത്. ഞാൻ ഏജ് റിഗ്രഷൻസ് ചെയ്തു. ഏജ് റിഗ്രഷൻസിലും പുള്ളിക്ക് അങ്ങനെ വെള്ളം ഭയക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ആരും പുള്ളിനെ പേടിപ്പിച്ചിട്ടില്ല. അങ്ങനെ പാസ്റ്റ് ലൈഫ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫിൽ പുള്ളി ഇവിടെ രാജസ്ഥാൻ ഏതോ ഒരു സ്ഥലത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? ഞാൻ കണക്ക് നോക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ. അതിൻ്റെ ഒരു എൻഡിനൊരു ക്ലൈമാക്സും ഉണ്ട്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ കണക്ക് നോക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ നൈസ്. പേര് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എവിടെ നിൽക്കുന്നത്? ഇപ്പം ഞാനൊരു കിണറിൻ്റെ അടുത്തായിരിക്കും നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രോബ്ലം? ഇവിടെ വെള്ളത്തിന് വേണ്ടി ഒരു തർക്കം നടക്കുകയാണ്, ഞാൻ മധ്യസ്ഥൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ. അവിടുന്ന് പിന്നെ പുള്ളി ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് ഉന്തും തള്ളും നടക്കുന്നു. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ പുള്ളിയുടെ കാല് വഴുതി പുള്ളി കിണറ്റിലോട്ട് വീണ് മരിച്ചു. ആ ഫിയറാണ് ഈ ജന്മത്തിൽ പോലും പുള്ളിക്ക് ആ വെള്ളത്തിനോടുള്ള ഭയം തുടങ്ങിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ഇയാൾ ഇപ്പോഴും അക്കൗണ്ടൻ്റാണ്. ഓ. ഈ ജന്മത്തിലും ആൾ അക്കൗണ്ടൻ്റാണ്. നമുക്ക് ഭയങ്കര, കാരണം അയാൾ ഏകദേശം 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കൗണ്ടൻ്റാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പി. ഈ പരിപാടി കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആൾ വീഗാലാൻഡിൽ പോയി ടൂർ പോയിട്ട് ആളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിറങ്ങിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാണ്? അല്ല, നീ എന്താ ചെയ്തതെന്ന് പറയും. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കഴിഞ്ഞാൽ അവർക്കിത് റിവീലാവും. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ത് പ്രോസസ്സ് ചെയ്യാം? നോർമലി മാഗ്നറ്റിസം ചെയ്തിട്ട് നമ്മൾ അവരെ ഡീപ്പ് ട്രാൻസിൽ കൊണ്ടുപോയിട്ടാണ് നോർമലി പ്രോസസ്സ്. ഇതേപോലെ എനിക്ക് തീ പേടിയുള്ള ഒരു കുട്ടിയുടെ കേസും ഇതേപോലെ വന്നിരുന്നു. കുട്ടിക്ക് ജസ്റ്റ് ഒരു മെഴുകുതിരി കത്തിക്കാൻ വരെ പേടിയാണ്.